Dear students, 4th semester BComന്റെ Quantitative Techniques for Business എന്ന പേപ്പറിൻ്റെ മൂന്നാമത്തെ വീഡിയോ, കോറിലേഷൻ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗം. ആദ്യത്തെ വീഡിയോ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, രണ്ടാമത്തേത് കോറിലേഷൻ്റെ ഫസ്റ്റ് പാർട്ട്, ഇത് കോറിലേഷൻ്റെ സെക്കൻഡ് പാർട്ട്. Correlation coefficient or coefficient of correlation. Correlation analysis is actually an attempt to find a numerical value to express the extent of relationship exists between two or more variables. Coefficient of correlation is an algebraic method of measuring correlation. The numerical measurement showing the degree of correlation between two or more variables is called correlation coefficient. Correlation coefficient ranges between -1 and +1. രണ്ടോ അതിലധികമോ ചരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രത കാണിക്കുന്നതിനുള്ള ഒരു ന്യൂമറിക്കൽ മെഷർമെൻറ്റ്, ഒരു സംഖ്യാപരമായിട്ടുള്ള അളവാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ ന്യൂമറിക്കൽ വാല്യൂ -1നും +1നും ഇടയിലാണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്ന വാല്യൂ -1നും +1നും ഇടയിലായിരിക്കും. ഡിഗ്രീസ് ഓഫ് കോറിലേഷൻ. കോറിലേഷൻ എക്സിറ്റ്സ് ഇൻ വേരിയസ് ഡിഗ്രീസ്. ഒന്നാമത്തേത് നമ്മൾ ആ സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ പറഞ്ഞു, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, പിന്നെ ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ, ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ, ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ, ലോ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ, സീറോ കോറിലേഷൻ. അതാണ് ഇവിടെ വരുന്നത് ഡിഗ്രീസ് ഓഫ് കോറിലേഷൻ. അതിലൊന്നാമത്തെ പെർഫെക്റ്റ് പോസിറ്റീവ് correlation. Perfect positive correlation എന്താണെന്ന് നോക്കാം. If an increase in the value of one variable is followed by the same proportion of increase in other related variable, or if a decrease in the value of one variable is followed by the same proportion of decrease in the other related variable, it is perfect positive correlation. Example, if 10% rise in price of a commodity results in 10% rise in its supply, the correlation is perfectly positive. Similarly, if 5% fall in price results in 5% fall in supply, the correlation is perfectly positive. For perfect positive correlation, coefficient of correlation is 1. For perfect positive correlation ആണെങ്കിൽ correlation coefficient 1 ആയിരിക്കും. R equal to +1 ആണെങ്കിൽ correlation പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഇഫ് ആൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഈസ് ഫോളോഡ് ബൈ ദി സെയിം പ്രപ്പോർഷൻ ഓഫ് ഡിക്രീസ് ഇൻ ദി അതർ റിലേറ്റഡ് വേരിയബിൾ, ഓർ ഇഫ് എ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഈസ് ഫോളോഡ് ബൈ ദ സെയിം പ്രപ്പോർഷൻ ഓഫ് ഇൻക്രീസ് ഇൻ അതർ റിലേറ്റഡ് വേരിയബിൾ, ഇറ്റ് ഈസ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. എക്സാമ്പിൾ, if 10% rise in price results in 10% fall in its demand, അപ്പോൾ രണ്ടും സെയിം ആണ്. 10% rise in price, ഇവിടെ 10% fall in its demand, the correlation is perfectly negative. Similarly, if 5% fall in price results in 5% increase in demand, the correlation is perfectly negative. അങ്ങനെ പെർഫെക്റ്റ്ലി നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് -1. അപ്പോൾ R equal to -1 ആണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ലിമിറ്റഡ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ. വെൻ ആൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഈസ് ഫോളോഡ് ബൈ എ നോൺ പ്രപ്പോർഷണൽ ഇൻക്രീസ് ഇൻ അതർ റിലേറ്റഡ് വേരിയബിൾ, or when a decrease in the value of one variable is followed by a non-proportional decrease in other related variable, it is called limited degree of positive correlation. For example, if 10% rise in price of a commodity results in 5% rise in its supply, ഒന്ന് 10% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 5%, അത് സെയിം പ്രപ്പോർഷൻ അല്ല. അതുപോലെ അങ്ങനെയാണെങ്കിൽ, അതായത് if 10% rise in price of a commodity results in 5% rise in its supply, it is limited degree of positive correlation. Similarly, if 10% fall in price of a commodity results in 5%
5% fall in its supply. It is limited degree of positive correlation. In this case, coefficient of correlation lies between 0 and 1. അപ്പോൾ ലിമിറ്റഡ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷനിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ 0-നും 1-നും ഇടയിലായിരിക്കും. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ 1 ആയിരിക്കും. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ -1 ആയിരിക്കും. ലിമിറ്റഡ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ലൈസ് ബിറ്റ്വീൻ 0 and 1. Limited degree of negative correlation. When an increase in the value of one variable is followed by a non-proportional decrease in other related variable, or when a decrease in the value of one variable is followed by a non-proportional increase in other related variable, it is called limited degree of negative correlation. For example, if 10% rise in price results in 5% fall in its demand, it is limited degree of negative correlation. Similarly, if 5% fall in price results in 10% increase in demand, it is limited degree of negative correlation. In this case, coefficient of correlation lies between -1 and 0. Upon limited degree of negative correlation, coefficient of correlation lies between -1 and 0. Zero correlation or 0 degree correlation. If there is no correlation between variables, it is called zero correlation. If there is no correlation between variables, it is called zero correlation. In other words, if the values of one variable cannot be associated with the values of the other variable, it is zero correlation. In this case, coefficient of correlation is 0. രണ്ട് ചരങ്ങളുടെ വിലകൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് 0 അല്ലെങ്കിൽ കോറിലേഷൻ 0. ഒരു ചരത്തിന്റെ വിലകളിലുണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റൊരു ചരത്തിന്റെ വിലകളിലുണ്ടാകുന്ന മാറ്റങ്ങളുമായി ഒത്തുപോകുന്നില്ല എങ്കിൽ കോറിലേഷൻ 0 ആണ്. In this case, coefficient of correlation is 0. അപ്പോൾ when r equal to 0, there is no correlation between the variables. Correlation coefficient സ്മോൾ ലെറ്റർ r എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ r 0 ആയാൽ no correlation. r -1 ആയാൽ there is perfect negative correlation. r equal to 1 ആണെങ്കിൽ perfect positive correlation. ഇനി r equal to 0.2 ആണെങ്കിൽ -1-നും +1-നും ഇടയിലാണ്. 0-ക്കും 1-നും ഇടയിലാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ, -1-നും 0-നും ഇടയിലാണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ. ഇനി 0.2 ആണെങ്കിൽ അത് 0-നോട് അടുത്താണ് കിടക്കുന്നത്, വളരെ അടുത്താണ്. അപ്പോൾ അതിന് പറയുന്നത് നമ്മൾ വെരി ലോ പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇനി r equal to 0.9 ആണെങ്കിൽ നമ്മൾ പറയും ദർ ഈസ് ഹൈ പോസിറ്റീവ് കോറിലേഷൻ. ഇനിയിപ്പോൾ r equal to 0.54 എന്ന് കിട്ടിയാൽ ദർ ഈസ് മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. Karl-Pearson's coefficient of correlation. Karl-Pearson's coefficient of correlation. Karl-Pearson's coefficient of correlation is the most popular method among the algebraic methods for measuring correlation. This method was developed by Professor Karl Pearson in 1896. It is also called product moment correlation coefficient. Pearson's coefficient of correlation is defined as the ratio of the covariance between x and y to the product of their standard deviations. This is denoted by r or r suffix xy എന്ന് കാണിക്കും. അപ്പോൾ Karl-Pearson's coefficient of correlation is the most popular method among the algebraic methods for measuring correlation. Karl-Pearson, the great biologist and statistician, has given a formula for calculation of coefficient of correlation. അദ്ദേഹം പറഞ്ഞ ഫോർമുല ഇതാണ്: the ratio of the covariance between x and y to the product of their standard deviations. നമ്മൾ ഇനി അത് സിംപ്ലിഫൈ ചെയ്ത് 2-3 രീതിയിൽ ചെയ്യും. അതായത് ഒരു ജൈവ സാംഖ്യക വിദഗ്ധൻ, ബയോളജിസ്റ്റുമാണ് സ്റ്റാറ്റിസ്റ്റീഷ്യനുമാണ്, അതായത് ജൈവ സാംഖ്യക വിദഗ്ധനാണ്. രണ്ട് ചരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ കോറിലേഷൻ്റെ തീവ്രത അളക്കുന്നതിന് അദ്ദേഹം ഒരു ഗണിത രീതി
നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ പറയുന്നത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അതിന് അദ്ദേഹം RXY എന്നുള്ളതിന് പറയുന്നതാണ് റേഷ്യോ ഓഫ് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. അതായത് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്നാണ്. റേഷ്യോ ഓഫ് ദി കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്. അപ്പോൾ R അല്ലെങ്കിൽ RXY ഈക്വൽ ടു കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. അതാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. R equal to covariance of x and y by standard deviation of x into standard deviation of y. R equal to covariance between x and y by standard deviation of x into standard deviation of y എന്ന് പറഞ്ഞു. Also R equal to ഇങ്ങനെയും പറയാം sigma x minus x bar into y minus y bar by n into standard deviation of x into standard deviation of y. അതായത് covariance between x and y sigma x minus x bar into y minus y bar by n. പിന്നെ product of standard deviations standard deviation of x into standard deviation of y. ഇതിനാണ് പ്രോഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്നൊക്കെ പറയുന്നത്. ഇനി ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. വേറെ ഈ നൊട്ടേഷന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻസ്. നമുക്ക് കുറേ എക്സ് വാല്യൂ അത്രയും തന്നെ വൈ വാല്യൂ കിട്ടും. ആ എക്സ് വാല്യൂയുടെ എണ്ണം അല്ലെങ്കിൽ വൈ വാല്യൂയുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് പെയേഴ്സിൻ്റെ എണ്ണം, അതിനാണ് എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് പ്രോഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്. ഈ മറ്റൊരു ഫോമുലയും കൂടെ ഉണ്ട്. The above formula can be expressed in the following form also. ഇതാണ് നമ്മൾ സാധാരണ പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് കുറേ കൂടെ എളുപ്പം. R equal to n into sigma xy minus sigma x into sigma y by root of n into sigma x square minus sigma x whole square into root of n into sigma y square minus sigma y whole square. ഇതാണ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. എക്സ് ചെറിയ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. വളരെ വലിയ നമ്പർ ആണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് വേറെ ഉണ്ട്. അപ്പോൾ R ഈക്വൽ ടു n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഒരു എക്സ് കോളവും ഒരു വൈ കോളവുമാണ് കിട്ടുക. രണ്ട് വേരിയബിൾസാണ് നൽകുന്നത്. അപ്പോൾ എക്സ് എന്നുള്ള ഒരു കോളം, വൈ എന്ന മറ്റൊരു കോളം. ആ വേരിയബിൾസ് നമുക്കങ്ങനെ പേരിടാം. ആദ്യത്തെ വേരിയബിളിന് എക്സ് എന്ന്, രണ്ടാമത്തേന് വൈ എന്ന് പേരിടാം. അതിനുശേഷം നമ്മൾ എക്സ് ആഡ് ചെയ്യണം, അതാണ് സിഗ്മ എക്സ്. വൈ ആഡ് ചെയ്യണം, അത് സിഗ്മ വൈ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ എന്നുള്ള ഒരു കോളം ഉണ്ടാക്കണം. പിന്നെ വൈ സ്ക്വയർ എന്നുള്ള കോളം വേണം, എക്സ് വൈ എന്നുള്ള കോളം വേണം. അതെല്ലാം തന്നെ ഓരോന്നിൻ്റെ ടോട്ടൽ സമം കണ്ടുപിടിക്കണം. എക്സുകളുടെ ടോട്ടൽ കാണാം, വൈയുടെ ടോട്ടൽ, എക്സ് സ്ക്വയറുകളുടെ ടോട്ടൽ, വൈ സ്ക്വയറുകളുടെ ടോട്ടൽ, എക്സ് വൈകളുടെ ടോട്ടൽ. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പെയേഴ്സ്. അപ്പോൾ R ഈക്വൽ ടു കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ R ഈക്വൽ ടു n ഇൻറ്റു സിഗ്മ എക്സ് വൈ, എക്സ് വൈകളുടെ തുക, മൈനസ് സിഗ്മ എക്സ്, എക്സുകളുടെ തുക, ഇൻറ്റു സിഗ്മ വൈ, വൈയുടെ ടോട്ടൽ, ഹോൾ ഡിവൈഡഡ് ബൈ രണ്ട് റൂട്ട് ഉണ്ട്. ആദ്യത്തെ റൂട്ടിനകത്ത് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, എക്സ് സ്ക്വയർ എന്നുള്ള കോളം ഉണ്ട്, അതിൻ്റെ ടോട്ടൽ, മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ, എക്സിൻ്റെ കോളത്തിൻ്റെ ടോട്ടൽ എത്രയാണോ അതിൻ്റെ സ്ക്വയർ, ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ, വൈ സ്ക്വയർ എന്ന കോളത്തിൻ്റെ ടോട്ടൽ, അതാണ് സിഗ്മ വൈ സ്ക്വയർ, മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. സിഗ്മ വൈ ഹോൾ സ്ക്വയർ ആണ് വൈയുടെ ടോട്ടൽ, വൈ എന്ന കോളത്തിൻ്റെ ടോട്ടൽ എത്രയാണോ അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതാണ് ഫോമുല. R ഈക്വൽ ടു n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n into sigma x square minus sigma x whole square into root of n into sigma y square minus sigma y whole square. Interpretation of coefficient of correlation. Karl Pearson's coefficient of correlation always lies between -1 and +1. The following general rules will help to interpret the coefficient of correlation. When R equal to +1, it means there is perfect positive relationship between variables. When R equal to -1, it means there is perfect negative relationship between variables. When R equal to 0, it means there is no relationship between the variables. When R is closer to +1, it means there is
high degree of positive correlation between variables. Plus 1 എടുത്താണെങ്കിൽ if when R is closer to plus 1, 0.7, 0.8, 0.9 അങ്ങനെയൊക്കെ ആണെങ്കിൽ it means there is high degree of positive correlation between variables. When R is closer to minus 1, it means there is high degree of negative correlation between variables. When R is closer to 0, it means there is less relationship between variables. When R is closer to 0, it means there is less relationship between variables. Properties of Karl-Pearson's coefficient of correlation. If there is correlation between variables, the coefficient of correlation lies between -1 and +1. If there is no correlation, the coefficient of correlation is denoted by 0, that is R equal to 0. Correlation ഉണ്ടെങ്കിൽ coefficient of correlation -1 നും +1 നും ഇടയിലാണ്. Correlation ഇല്ലെങ്കിൽ coefficient of correlation 0 ആണ്. അതുപോലെ coefficient of correlation measures the degree and direction of change. അതിൻ്റെ ഡിഗ്രി മനസ്സിലാക്കും. അതുപോലെ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതെല്ലാം അറിയാൻ കഴിയും. സെയിം ഡയറക്ഷനിലുള്ള മൂവ്മെൻ്റ് ആണോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ എന്നെല്ലാം അതിൻ്റെ സൈൻ നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയും. Therefore, coefficient of correlation measures the degree and direction of change. It does not change with reference to change of origin or change of scale. അതായത് എക്സ് വൈ വെച്ച് നമുക്ക് n into sigma എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ആ രീതിയിൽ നമ്മൾ ചെയ്യാം, ഫോർമുല വെച്ച് ചെയ്യാം. പക്ഷേ എക്സിന് പകരം ആ ഒറിജിൻ ഒന്ന് മാറി എക്സ് മൈനസ് ഏതെങ്കിലും ഒരു സംഖ്യ എടുത്താലും അതുപോലെ വൈക്ക് പകരം വൈ മൈനസ് ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് ചെയ്താലും വാല്യൂവിന് മാറ്റം വരില്ല. അതുപോലെ ചേഞ്ച് ഓഫ് സ്കെയിൽ, ഇപ്പോൾ എക്സ് അറിയാം വൈ അറിയാം, എക്സിന് പകരം ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 10x എന്ന് പറഞ്ഞ ഒരു വാല്യൂ dx ഈക്വൽ ടു 10x എന്ന് വെച്ചിട്ട് നമ്മൾ എക്സിന് പകരം dx എടുത്ത് ചെയ്യുകയാണെങ്കിലും അതിനൊരു മാറ്റവും വാല്യൂവിന് വരാൻ പോകുന്നില്ല. നമ്മളത് പ്രോബ്ലം ചെയ്യുമ്പോൾ അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഈ രീതികളൊക്കെ. വാല്യൂവിൻ്റെ ഇപ്പോൾ എല്ലാം ഡെസിമൽ വാല്യൂസ് ആണെങ്കിൽ ആ ഡെസിമൽ കളയാൻ വേണ്ടി നമുക്ക് അതിൻ്റെ സ്കെയിലൊന്ന് മാറ്റും. 10 കൊണ്ടോ 100 കൊണ്ടോ കുടിച്ച് അതിനെ മാറ്റി ഹോൾ നമ്പർ ആക്കി ചെയ്യും. അതിന് കാരണം ഇതാണ്, ഈ ഒരു പ്രോപ്പർട്ടി അതിനുള്ളത് കൊണ്ടാണ്. അപ്പോൾ it does not change with reference to change of origin or change of scale. It is a pure number and is independent of units of measurement. അതൊരു പ്യുവർ നമ്പറാണ്. R ഈക്വൽ ടു തന്നെ -1ൻ്റെയും +1ൻ്റെയും ഇടയിലുള്ള ഒരു സംഖ്യയാണ്. അത് യൂണിറ്റ് ഒന്നുമില്ല, കാരണം ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും യൂണിറ്റ് സെയിം ആകുമ്പോൾ അത് കട്ട് ചെയ്ത് പോവുകയാണ്. അതായത് യൂണിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു പ്യുവർ നമ്പറാണ്. It is the geometric mean of two regression coefficients, that is R equal to root of bxy into byx. അത് നമുക്ക് റിഗ്രഷൻ എടുക്കുമ്പോൾ കൂടുതലായിട്ട് പറയാം. R എന്ന് പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യൻസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സ്ക്വയർ റൂട്ടാണ്, അതാണ് വരുന്നത്. അല്ലെങ്കിൽ ജോമെട്രിക് മീൻ ഓഫ് ടു റിഗ്രഷൻ കോഎഫിഷ്യൻസ്. bxy എന്ന് പറയുന്നത് ഒരു റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ്, byx എന്ന് പറയുന്നതും റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റൂട്ട്, അതായത് ജോമെട്രിക് മീൻ ഓഫ് bxy ആൻഡ് byx ആണ് R. Computation of Pearson's coefficient of correlation. Calculation of Karl-Pearson's coefficient of correlation. 3 തരം ഫോർമുലയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. Karl-Pearson's correlation coefficient can be calculated in different ways. They are arithmetic mean method, assumed mean method, direct method. Arithmetic mean method. Under arithmetic mean method, coefficient of correlation is calculated by taking actual mean. Under this method, Karl-Pearson's coefficient of correlation are equal to sigma x minus x bar into y minus y bar by root of sigma x minus x bar whole square into sigma y minus y bar whole square. അപ്പോൾ എക്സ് വൈ 2 കോളം ഉണ്ടാവും. അതിൻ്റെ ടോട്ടൽ സിഗ്മ എക്സും സിഗ്മ വൈയും കാണുക. സിഗ്മ എക്സ് ബൈ എൻ എക്സ് ബാർ, സിഗ്മ വൈ ബൈ എൻ വൈ ബാർ. അങ്ങനെ എക്സും വൈയും കിട്ടി. എക്സിൻ്റെ ടോട്ടൽ കണ്ടു, വൈയുടെ ടോട്ടൽ കണ്ടു, എക്സ് ബാറും വൈ ബാറും സിഗ്മ എക്സ് ബൈ എൻ സിഗ്മ വൈ ബൈ എൻ വെച്ച് കണ്ടു. അതിനുശേഷം എക്സ് മൈനസ് എക്സ് ബാർ എന്നുള്ളൊരു കോളം, വൈ മൈനസ് വൈ ബാർ എന്നുള്ള കോളം, പിന്നീട് എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്നുള്ള കോളം വേണം, എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്നുള്ള കോളം, വൈ മൈനസ് വൈ ബാർ സ്ക്വയർ എന്നുള്ള കോളം. ഇത് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറിൻ്റെ ടോട്ടൽ, ഇത് വൈ മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയറിൻ്റെ ടോട്ടൽ. ഇപ്പോൾ ഫോർമുല ഇതാണ്, R ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ മൈനസ് വൈ ബാർ സ്ക്വയർ. അത് ഒന്നിച്ചൊരു റൂട്ടിനകത്താണ്, വേണമെങ്കിൽ രണ്ടും സെപ്പറേറ്റ് റൂട്ടിലാക്കാം. എന്തായാലും അർത്ഥം ഒന്ന് തന്നെയാണ്. റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ വൈ മൈനസ് വൈ ബാർ സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒന്നിച്ചൊരൊറ്റ റൂട്ടിനകത്തിട്ട് ചെയ്താലും മതി. ഇതാണ് ഫോർമുല. ഇത് അരിത്തമെറ്റിക് മീൻ മെത്തേഡ് എന്ന് പറയും. ഇനി അസ്യൂംഡ് മീൻ മെത്തേഡ് അടുത്തത്.
assumed mean method. Under this method, Karl-Pearson's coefficient of correlation is R equal to n into sigma dx dy minus sigma dx into sigma dy by root of n into sigma dx square minus sigma dx whole square into root of n into sigma dy square minus sigma dy square. ഡയറക്റ്റ് മെത്തേഡാണ് ഇവിടെയൊക്കെ എക്സ് ആയിരിക്കും. ഡി എക്സിന് വരും എക്സ്, ഡി വൈക്ക് വരും വൈ. അപ്പോൾ സിഗ്മ എക്സ് വൈ, ഇവിടെ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്ന് പറയാം. അസ്യൂംഡ് മീൻ മെത്തേഡിൽ ഡി എക്സും ഡി വൈയും വെച്ചാണ് ചെയ്യുന്നത്. ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഏതെങ്കിലും ഒരു നമ്പർ, വൈ അതുപോലെ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ മൈനസ് ഏതെങ്കിലും ഒരു സംഖ്യ, അങ്ങനെ എടുക്കാം. അതാണ് ഡി എക്സും ഡി വൈയും അങ്ങനെ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ബൈ root of n into sigma dx square minus sigma dx whole square into root of n into sigma dy square minus sigma dy whole square. Direct method. Under this method, Karl-Pearson's coefficient of correlation R equal to n into sigma xy minus sigma x into sigma y by root of n into sigma x square minus sigma x whole square into root of n into sigma y square minus sigma y whole square. ഇതാണ് ഡയറക്റ്റ് മെത്തേഡിലുള്ള ഫോർമുല. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. എക്സ് തന്നിട്ടുണ്ട് 12, 20, 15, 22, 18, 24, 20, 12, 15, 22. വൈ 30, 35, 28, 36, 29, 39, 30, 25, 30, 38. അങ്ങനെ എക്സും വൈ തന്നു. നമുക്കിതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. 3 മെത്തേഡാണ്. നേരിട്ട് അരിത്തമെറ്റിക് മീൻ മെത്തേഡ്. നമുക്ക് ആദ്യം അരിത്തമെറ്റിക് മീൻ മെത്തേഡിൽ ചെയ്യാം. അരിത്തമെറ്റിക് മീൻ മെത്തേഡ് ഉണ്ട്, പിന്നെ അസ്യൂംഡ് മീൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്. നമുക്കിത് അരിത്തമെറ്റിക് മീൻ മെത്തേഡിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. എക്സ് ടോട്ടൽ കാണണം, വൈയുടെ ടോട്ടൽ കാണണം. എക്സ് ബാറും വൈ ബാറും ഒരു ഹോൾ നമ്പർ ആണെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് മീൻ മെത്തേഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എക്സ് വൈ എഴുതി, എക്സ് എഴുതി, വൈ എഴുതി. എക്സ് താഴെ എഴുതി, അത് ടോട്ടൽ ചെയ്തു, വൈ ടോട്ടൽ ചെയ്തു. എക്സ് ടോട്ടൽ ചെയ്തപ്പോൾ 180 ആണ്, വൈ ടോട്ടൽ ചെയ്തപ്പോൾ 320 ആണ്. ആകെ 10 വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എക്സ് ബാറും വൈ ബാറും ഒക്കെ ഇതിന് കിട്ടും. അതുകൊണ്ട് എക്സ് ബാർ എന്ന് വെച്ചാൽ സിഗ്മ എക്സ് ബൈ എൻ ആണ്, 180/10 18. അതുപോലെ വൈ ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ വൈ ബൈ എൻ 320/10 32. അപ്പോൾ എക്സ് ബാർ 18, വൈ ബാർ 32, രണ്ടും എണ്ണൽ സംഖ്യയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ് മൈനസ് എക്സ് ബാറും വൈ മൈനസ് വൈ ബാറും കാണാൻ എളുപ്പമാണ്. അത് ഈ ഫോർമുല ഉപയോഗിച്ചു. എക്സ് മൈനസ് എക്സ് ബാർ, ഓരോ എക്സിൽ നിന്നും എക്സ് ബാർ, അതായത് 18 കുറയ്ക്കുക. 18 എക്സ് ബാർ വരെ. 12 മൈനസ് 18 മൈനസ് 6, 20 മൈനസ് 18 2, 15 മൈനസ് 18 മൈനസ് 3, 22 മൈനസ് 18 4, 18 മൈനസ് 18 0, 24 മൈനസ് 18 6, 20 മൈനസ് 18 2, 12 മൈനസ് 18 മൈനസ് 6, 15 മൈനസ് 18 മൈനസ് 3, 22 മൈനസ് 18 4. അങ്ങനെ എക്സ് മൈനസ് എക്സ് ബാർ ആണ് കണ്ടത് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ടോട്ടൽ 0 ആയിരിക്കും. അതുപോലെ വൈ മൈനസ് വൈ ബാറും 0 ആയിരിക്കും. നമ്മൾ അരിത്തമെറ്റിക് മീൻ്റെ പ്രോപ്പർട്ടിയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സെമ്മിൽ. ഇനി അതുപോലെ വൈ ബാർ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? 320/10 32 ആണ്. അപ്പോൾ വൈ മൈനസ് വൈ ബാർ 30 മൈനസ് 32 മൈനസ് 2, 35 മൈനസ് 32 3, 28 മൈനസ് 32 മൈനസ് 4, 36 മൈനസ് 32 4, 29 മൈനസ് 32 മൈനസ് 3, 39 മൈനസ് 32 7, 30 മൈനസ് 32 മൈനസ് 2, 25 മൈനസ് 32 മൈനസ് 7, 30 മൈനസ് 32 മൈനസ് 2, 38 മൈനസ് 32 6. വൈ മൈനസ് വൈ ബാറിൻ്റെ ടോട്ടൽ 0 ആയിരിക്കും. ഇനി എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ മൈനസ് 6ൻ്റെ സ്ക്വയർ, മൈനസ് 6 ഇൻറ്റു മൈനസ് 6 36, 2ൻ്റെ സ്ക്വയർ 4, മൈനസ് 3 ഇൻറ്റു മൈനസ് 3 9, 4 ഇൻറ്റു 4 16, 0 ഇൻറ്റു 0 0, 6 ഇൻറ്റു 6 36, 2 ഇൻറ്റു 2 4, മൈനസ് 6 ഇൻറ്റു മൈനസ് 6 36, മൈനസ് 3 ഇൻറ്റു മൈനസ് 3 9, 4 ഇൻറ്റു 4 16, 0 ഇൻറ്റു 0 സോറി ഇവിടെ ഇല്ല, 4 ഇൻറ്റു 4 16 അതുവരെ. ഇനി ഇതിൻ്റെ ടോട്ടലാണ്. ഈ ലാസ്റ്റ് കോളം ടോട്ടലാണ്, ടോട്ടൽ കോളമാണ് ഈ ലാസ്റ്റ് കോളം. അതുവരെയുള്ളത് വാല്യൂസ് ഉള്ളൂ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു. ഇത് ആഡ് ചെയ്യുമ്പോൾ 6 10 19 6 25 6 31 4 35 6 41 9 50 6 56 3 8 9 3 12 3 15 16 166. അടുത്ത വൈ മൈനസ് വൈ ബാർ സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയറാണ്. മൈനസ് 2ൻ്റെ സ്ക്വയർ 4, 3 ഇൻറ്റു 3 9, മൈനസ് 4 ഇൻറ്റു മൈനസ് 4 16, 4 ഇൻറ്റു 4 16, മൈനസ് 3 ഇൻറ്റു മൈനസ് 3 9,
7 into 7, 49, minus 2 into minus 2, 4, minus 7 into minus 7, 49, minus 2 into minus 2, 4, 6 into 6, 36. Total idu. Adellam kuda total idu. 6 4 10, 19, 4 23, 9 32, 9 41, 47, 53, 62 4, 66, 6 3 9 4 13, 17, 18, 19, 196. അടുത്ത x minus x bar into y minus y bar. ഇത് രണ്ടും നമ്മൾ ഗുണിക്കുക. Minus 6 into minus 2, 12. 2 into 3, 6. Minus 3 into minus 4, 12. 4 into 4, 16. 0 into minus 3, 0. 6 into 7, 42. 2 into minus 2, minus 4. Minus 6 into minus 7, 42. Minus 3 into minus 2, 6. 4 into 6, 24. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇവിടെ ഒരു 24 ആഡ് ചെയ്താൽ ഒരു -4 ഉള്ളൂ. ആകെ ഒരു -4 ഉള്ളൂ. ബാക്കിയെല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഈ 24 4 അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 0 ആക്കാം. പിന്നെ വരുന്ന 6 2 8 10 16 18 24 2 26 2 2 4 4 8 4 12 13 14 15 156 വാല്യൂസ് എല്ലാം കിട്ടി. അപ്പോൾ ഈ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ നമുക്ക് അരിത്തമെറ്റിക് മീൻ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ്? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്ന് വെച്ചാൽ 156 ബൈ പിന്നെന്താണ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 166 ഇൻറ്റു റൂട്ട് 196 അല്ലെങ്കിൽ റൂട്ട് ഓഫ് 166 ഇൻറ്റു 196. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് 156 ബൈ റൂട്ട് ഓഫ് 166 ഇൻറ്റു 196. അത് എത്രയാണെന്ന് ചെയ്ത് നോക്കാം. എക്സ് ബാറും വൈ ബാറൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. സിഗ്മ എക്സ് ബൈ എൽ 180 by 10 18, y bar sigma y by n 320 by 10 32. Carl Pearson's coefficient of correlation R equal to sigma x minus x bar into y minus y bar by root of sigma x minus x bar square into sigma y minus y bar square equal to 156 by root of 166 into 196 എഴുതാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് റൂട്ടായിട്ട് എഴുതാം. ഇതിനെ 2 റൂട്ടായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇതാണ് ആൻസർ. അപ്പോൾ എന്ത് വരും? സിംപ്ലിഫൈ ചെയ്താൽ 166 196 ഗുണിച്ചു. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇത് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആൻസർ കിട്ടുന്നത് 0.8648. ഇതാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഫൈൻഡ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ഏജ് ആൻഡ് പ്ലേയിങ് ഹാബിറ്റ് ഓഫ് ദി ഫോളോയിങ് സ്റ്റുഡൻസ്. Find coefficient of correlation between age and playing habit of the following students. Age 14.5 to 15.5. 15.5 to 16.5, 16.5 to 17.5, 17.5 to 18.5, 18.5 to 19.5, 19.5 to 20.5. Number of students, regular players. അപ്പോൾ ഇവിടെ കോറിലേഷൻ ബിറ്റ്വീൻ ഏജ് ആൻഡ് പ്ലേയിങ് ഹാബിറ്റ് ആണ്. അപ്പോൾ ഏജ് ആണ് ആദ്യത്തെ വേരിയബിൾ. ഏജ് ഇവിടെ നമുക്ക് ക്ലാസ് ആയിട്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ മിഡ് വാല്യൂ എടുത്താൽ മതി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മിഡ് വാല്യൂ, ഏജിൻ്റെ മിഡ് വാല്യൂ, അതായത് 14.5 to 15.5 രണ്ടും കൂടെ ആഡ് ചെയ്ത് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 15 വരും. അപ്പോൾ ഇവിടെ 15, അടുത്തതിൽ 16, 17, 18, 19, 20 എന്നാണ് വരിക. അപ്പോൾ എക്സ് എന്നുള്ള വേരിയബിൾ 15, 16, 17, 18, 19, 20. ഇനി ഇവിടെ പ്ലേയിങ് ഹാബിറ്റ് ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് റെഗുലർ പ്ലേയേഴ്സ്. അപ്പോൾ പ്ലേയിങ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 200 by 250 into 100. ആകെ 250 കുട്ടികളിൽ റെഗുലർ പ്ലേയേഴ്സ് 200 ആണ്. അപ്പോൾ അതിൻ്റെ ശതമാനം കാണണം. അപ്പോൾ എന്ത് വരും? 200 by 250 into 100. അതുപോലെ 150 by 200 into 100. ആ രീതിയിൽ ഓരോന്നിൻ്റെയും പേഴ്സൻറ്റേജ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. അതാണ് y ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ പ്ലേയിങ് ഹാബിറ്റ് ഇൻ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റെഗുലർ പ്ലേയേഴ്സ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻറ്റു 100. Take the middle value for age. അപ്പോൾ middle value of age. Take the middle value of age as x. Middle value of age x ആയിട്ട് എടുക്കുക. നമുക്ക് ഡി എക്സ് എന്നുള്ള കോളം എടുക്കാം. ഏജ് എക്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ മിഡ് വാല്യൂ 15, 16, 17, 18, 19, 20. ഇനി പ്ലേയിങ് ഹാബിറ്റ് ഇൻ പെർസെൻറ്റേജ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ എന്താണ്? 200 by 250 into 100 എന്നാണ്. 200 by 250 into 100. അപ്പോൾ 80 കിട്ടും. അടുത്തത് 150 by 200 into 100. 150 by 200 into 275. അടുത്ത 90 by 150 into 100, 60.
അടുത്ത 48 by 120 into 100. 48 by 120 into 100 ആണ്, അത് 40. പിന്നത്തെ 30 by 100 into 100 30 തന്നെ. 12 by 80 into 100. 12 divided by 80 into 100, അതായത് 15. അങ്ങനെ അത് കിട്ടി. ഇവിടെ നമുക്ക് അസ്യൂംഡ് മീൻ മെത്തേഡാണ് എടുക്കുന്നത്. കാരണം എക്സ് ഒരു 2 ഡിജിറ്റ് നമ്പറാണ്, വൈ 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാറൊക്കെ കാണുമ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത വാല്യൂ ഒക്കെ വന്നു എന്ന് വരും. അപ്പോൾ എക്സ് ബാർ ഒരു ഹോൾ നമ്പർ അല്ലെങ്കിൽ അസ്യൂംഡ് അരിത്തമെറ്റിക് മീൻ മെത്തേഡ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ലത്. അതുപോലെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും എക്സ് വൈ ഒക്കെ കാണണം. ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് കുറച്ചുകൂടെ ചെറുതാവാൻ വേണ്ടി ഡി എക്സ് എടുത്തു, അസ്യൂംഡ് മീൻ മെത്തേഡ്. അപ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 15 എടുത്തു. അതുപോലെ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ മൈനസ് 14 എടുത്തു. ഏതെങ്കിലും നമ്പർ എടുക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് ചെയ്യാവുന്ന ഒരു നമ്പർ എടുത്തു. വൈ മൈനസ് 14 എക്സ് മൈനസ് 15 എടുത്തു. ഇതിലുള്ള നമ്പർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അടുത്ത ഡി എക്സ്. അപ്പോൾ എന്താണ്, ഓരോ എക്സിൽ നിന്നും 15 മൈനസ് ചെയ്യണം. 15 മൈനസ് 15 0, 16 മൈനസ് 15 1, 17 മൈനസ് 15 2, 18 മൈനസ് 15 3, 19 മൈനസ് 15 4, 20 മൈനസ് 15 5. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു. 5 + 4 9, 12 14 15, ടോട്ടൽ 15. ഈ ലാസ്റ്റ് കോളംസ് എല്ലാത്തിൻ്റെ സമ്മാണ്. അടുത്ത ഡി വൈ. വൈ മൈനസ് 40 എന്നാണ് എടുത്തത്. അതുകൊണ്ട് ഡി വൈ 80 മൈനസ് 40 40, 75 മൈനസ് 40 75 മൈനസ് 40 35. അതുപോലെ 60 മൈനസ് 40 20, 40 മൈനസ് 40 0, 30 മൈനസ് 40 മൈനസ് 15 മൈനസ് 40 മൈനസ് 25. ഇതിപ്പോൾ വൈ മൈനസ് 15 കൊടുക്കുക. ഇതിലുള്ള നമ്പർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഇതിലുള്ള നമ്പർ എടുത്താലുള്ള ഗുണം ആ ഒരു വാല്യൂ 0 ആയി കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് 40 എഴുതുന്നത്. ഇപ്പോൾ 50 എടുത്താൽ കുറച്ചുകൂടെ ചെറിയ നമ്പറുകൾ ഡിവൈയിൽ വരും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു വാല്യൂവും 0 കിട്ടില്ല. അപ്പോൾ ഒരു വാല്യൂ എങ്കിലും 0 ആവാൻ വേണ്ടി ഈ രീതിയിൽ ഇതിലുള്ള നമ്പർ തന്നെ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു കോളം 0 ആയി വരും, ഇതും 0 ആവും. അങ്ങനെ സൗകര്യത്തിനാണ്. ഇനി ഡി എക്സ് സ്ക്വയർ. അപ്പോൾ 0, 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25. ടോട്ടൽ ഇത് 55. ഡി വൈ സ്ക്വയർ 40യുടെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ 16, അപ്പോൾ 0 0. 35 3 × 4 12 25. 20യുടെ സ്ക്വയർ 400 0 100 625. ടോട്ടൽ ചെയ്തു 3950. ഇനി ഡി എക്സ് ഡി വൈ. ഡി എക്സ് ഡി വൈ കഴിയുമ്പോൾ 2 എണ്ണം 0 കിട്ടും. ഇത് വാല്യൂ 0 കിട്ടി. 35 40 വീണ്ടും 0 കിട്ടി. മൈനസ് 40 മൈനസ് 125. ഇവിടെ മൈനസ് 125 മൈനസ് 40 മൈനസ് 40 പ്ലസ് 40 ക്യാൻസൽ ചെയ്തു. മൈനസ് 125 35 ആഡ് ചെയ്യുമ്പോൾ മൈനസ് 90. വാല്യൂസ് ഒക്കെ കിട്ടി. ഇനി നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. R equal to n into sigma dx dy minus sigma dx into sigma dy by root of n into sigma dx square minus sigma dx whole square into root of n into sigma dy square minus sigma dy whole square. n number of pairs, ആകെ 6 x വാല്യൂ ഉണ്ട്, 6 y വാല്യൂ ഉണ്ട്, 6 ഇൻറ്റു ഡി എക്സ് ഡി വൈ എന്നുള്ള കോളത്തിൻ്റെ ടോട്ടൽ, ലാസ്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടിയത് മൈനസ് 90 മൈനസ് ഡി എക്സ് എന്നുള്ള കോളത്തിൻ്റെ ടോട്ടൽ 15, ഡി വൈ എന്ന കോളത്തിൻ്റെ ടോട്ടൽ 60. അപ്പോൾ 6 ഇൻറ്റു മൈനസ് 90 മൈനസ് 15 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ എന്നിന് പകരം 6 എഴുതി. ഇനി ഡി എക്സ് സ്ക്വയർ അങ്ങനെ ഒരു കോളമുണ്ട്. ഡി എക്സ് സ്ക്വയർ എന്ന കോളത്തിൻ്റെ ടോട്ടൽ 55 മൈനസ് സിഗ്മ ഡി എക്സ്, ഡി എക്സിൻ്റെ ടോട്ടൽ അത് നമുക്കറിയാം. ഡി എക്സിൻ്റെ ടോട്ടൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 15. ആ 15ൻ്റെ സ്ക്വയർ 15 ഇൻറ്റു 15 225 ഇൻറ്റു റൂട്ട് ഓഫ് n 6 ആണ്. സിഗ്മ ഡി വൈ സ്ക്വയർ എന്നൊരു കോളമുണ്ട്. ആ കോളത്തിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടിയത് 3950 ആണ്. മൈനസ് സിഗ്മ ഡി വൈ ഹോൾ സ്ക്വയർ, സിഗ്മ ഡി വൈ എന്താണ് 60 ആണ്. അപ്പോൾ 60യുടെ സ്ക്വയർ, ഡി വൈയുടെ ടോട്ടൽ 60 ആണ്, 60ൻ്റെ സ്ക്വയർ 3600. ഇനി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തു. ഇത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മൈനസ് 540, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 900 ബൈ 6 ഇൻറ്റു 55 330 മൈനസ് 225 ഇൻറ്റു റൂട്ട് ഓഫ് 23700 മൈനസ് 3600. സിംപ്ലിഫൈ ചെയ്യാം. മൈനസ് 1440 ബൈ റൂട്ട് ഓഫ് 105 ഇൻറ്റു റൂട്ട് ഓഫ് 20100. ഇനി ഒരു ഇത്രയും എത്തിക്കഴിഞ്ഞാലൊക്കെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഒന്നിച്ച് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട്
ചെയ്യാം. -1440 പിന്നെ 105 20100 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ കിട്ടി. റൂട്ട് കണ്ടപ്പോൾ ഇത് കിട്ടി. ഡിവൈഡ് ചെയ്തു -0.99. ഈ രീതിയിൽ നമുക്കിത് ചെയ്യാം. ഇതാണ് dx dy അസ്യൂംഡ് മീൻ ഉപയോഗിച്ചാൽ ഇതാണ് നല്ലത്. ഈ രീതിയാണ് കിട്ടുന്നത്. ഈ രീതിയിൽ നമുക്ക് ഏത് രീതി ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. -0.99. Calculate Carl Pearson's coefficient of correlation from the following data using 44 and 26 respectively as the origin of x and y. Calculate Carl Pearson's coefficient of correlation from the following data using 44 and 26 respectively as the origin of x and y. എന്ന് വെച്ചാൽ dx x minus 44 എന്നും dy y minus 26 എന്നും എടുക്കണം. dx എന്ന് പറയുന്നത് x minus 44, dy എന്ന് പറയുന്നത് y minus 26. അപ്പോൾ x തന്നിട്ടുണ്ട് 43, 44, 46, 40, 44, 42, 45, 42, 38, 40, 42, 57. y 29, 31, 19, 18, 19, 27, 27, 29, 41, 30, 26, 10. Let dx equal to x minus 44, dy equal to y minus 26 തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത അതേ ഫോമുല ഏതാണ്? r equal to n into sigma dx dy minus sigma dx into sigma dy whole divided by root of n into sigma dx square minus sigma dx whole square into root of n into sigma dy square minus sigma dy whole square. നമുക്ക് ടേബിൾ ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യം ആ ടേബിളാണ് ഉണ്ടാക്കേണ്ടത്. x നമ്മൾ താഴെ എഴുതി, 43, 44 അങ്ങനെ എഴുതി, y 29, 31 ആ വാല്യൂസ് എഴുതി, എക്സും വൈ എഴുതി. ഇനി ഡി എക്സ് കണ്ടുപിടിക്കണം. ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് 44. എക്സ് മൈനസ് 44 എന്ന് പറഞ്ഞാൽ 43 മൈനസ് 44 മൈനസ് 1, 44 മൈനസ് 44 0, 46 minus 44 2, 40 minus 44 minus 4, 44 minus 44 0, 42 minus 44 minus 2, 45 minus 44 1, 42 minus 44 minus 2, 38 minus 44 minus 6, 40 minus 44 minus 4, 42 minus 44 minus 2, 57 minus 44 13. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. -1ഉം 2ഉം കൂടെ ആഡ് ചെയ്ത 1, 1 minus 4 minus 3, minus 5, minus 4, minus 6, minus 12, minus 16, minus 18, minus 18 plus 13 കൂടെ ആകുമ്പോൾ -5. അടുത്ത dy എന്ന് പറഞ്ഞാൽ എന്താണ്? y minus 26, y minus 26 ആണ്. 29 minus 26 3, 31 minus 26 5, 19 minus 26 minus 7, 18 minus 26 minus 8, 19 minus 26 minus 7, 27 minus 26 1, 27 minus 26 1, 29 minus 26 3, 41 minus 26 15, 30 minus 26 4, 26 minus 26 0, 10 minus 26 minus 16. ഇതൊന്ന് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ 3 plus 5 8, minus 8 ക്യാൻസൽ ചെയ്തു, -7 minus 1 minus 14, minus 14 minus 13 minus 12 minus 9 plus 6 plus 10 minus 6. അപ്പോൾ ടോട്ടൽ -6 ആയി. ഇനി dx സ്ക്വയർ, -1 സ്ക്വയർ 1, 0 square 0, 2 square 4, minus 4 square 16, 0 square 0, minus 2 square 4, 1 square 1, minus 2 square 4, minus 6 into minus 6 36, minus 4 into minus 4 16, minus 2 into minus 2 4, 13 into 13 169. ആഡ് ചെയ്യണം. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 255. അടുത്ത dy സ്ക്വയർ, 3 square 9, 5 into 5 25, minus 7 into minus 1 49, minus 8 square എന്ന് പറഞ്ഞാൽ -8 into -8 64, minus 7 square, -7 into -7 49, 1 square 1, 1 square 1, 3 square 9, 15 square 225, 4 square 16, 0 square 0, minus 16 into minus 16 256. എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 704. അടുത്ത കോളം dx into dy, dx into dy -3 0 minus 14 plus 32 0 minus 2
1, minus 6, minus 90, minus 16, 0, 13 into minus 16, 13 into minus 16, minus 208. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു. നെഗറ്റീവും പോസിറ്റീവും ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൈനസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, പ്ലസ് ആഡ് ചെയ്യുക, എന്നിട്ട് അത് വലുത് നമ്പർ ഏതാണോ അതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്ത് വലിയ നമ്പറിൻ്റെ സൈൻ ഇടുക എന്നാണ്. അപ്പോൾ minus 3, minus 14, 32, minus 2, 1. ഇപ്പോൾ ഇവിടെ മൈനസ് ആകെ 1 പ്ലസ് 32, 33 ഉള്ളൂ. ഒരു 32 ഉണ്ട്, ഒരു 1 ഉണ്ട്. 33 മാത്രമേ മൈനസ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്യുക, എന്നിട്ട് അതിന് 32 മൈനസ് ചെയ്യുക, മൈനസ് സൈൻ ഇടുക. -306, -306. ഇനി നമുക്കിത് n into sigma dx dy minus sigma dx into sigma dy by root of n into sigma dx square minus sigma dx whole square into root of n into sigma dy square minus sigma dy whole square വെച്ച് ചെയ്യണം. അതായത് അപ്പോൾ എന്ത് വരും? n എന്ന് പറയുന്നത് ഇവിടെ എത്ര വാല്യൂസ് ഉണ്ട് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 വാല്യൂസ് ഉണ്ട്. അപ്പോൾ 12 into n into sigma dx dy, 12 into -306 minus sigma dx into sigma dy എന്നാണ് -5 into -6 whole divided by root of 12 into 255 minus -5 square into root of 12 into 704 minus -6 square. And അത് സിംപ്ലിഫൈ ചെയ്യാം. r equal to n into sigma dx dy minus sigma dx into sigma dy root of n into sigma dx square minus sigma dx whole square into root of n into sigma dy square minus sigma dy whole square equal to 12 into -306 minus -5 into -6 whole divided by 12 into 255 minus -5 into square 25 into root of 12 into 704 minus -6 into square 36. This multiply the -3672. This multiply the 30. 12 into 255 3060 minus 25 into root of 12 into 704 8448 minus 36. Simplify chamber -3702. This simplify the 3035. This simplify by 8412. 3035 8412 multiply with ഇത്രയും വലിയ നമ്പർ കിട്ടി. അതിൻ്റെ റൂട്ട് കണ്ടു, ഡിവൈഡ് ചെയ്തപ്പോൾ -0.73. അപ്പോൾ -0.73 ആണ് coefficient of correlation, Carl Pearson's coefficient of correlation. Sum of the product of the deviations of the variables x and y from their respective mean is 1320. Sum of the squares of deviations of x and y variables from their respective means are 628 and 3720. Find the coefficient of correlation. Sum of the product of the deviations of the variables x and y from their respective means. Sum of the product of deviations, that is sigma x minus x bar into y minus y bar. Sigma x minus x bar into y minus y bar equal to 1320. In a sum of squares of deviations of x and y variables from their respective means, that is sigma x minus x bar whole square equal to 628, sigma y minus y bar whole square equal to 3720. Find the coefficient of correlation. നമുക്കറിയാം, അരിത്തമാറ്റിക് മീൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ തന്ന വാല്യൂസ് എഴുതാം. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഈക്വൾ ടു 1320, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ 628, സിഗ്മ വൈ മൈനസ് വൈ ബാർ സ്ക്വയർ 3720. അപ്പോൾ ആർ ഈക്വൾ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ മൈനസ് വൈ ബാർ സ്ക്വയർ ഈക്വൾ ടു 1320 ബൈ റൂട്ട് ഓഫ് 628 ഇൻറ്റു 3720 എന്ന് എഴുതാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് റൂട്ട് എഴുതാം. ഇങ്ങനെ ഒരു റൂട്ടിനകത്ത് 628 ഇൻറ്റു 3720 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ടും എഴുതാം. രണ്ടായിട്ട് എഴുതിയാലും പിന്നീട് ഒന്നിച്ച് എഴുതുന്നുണ്ട്. 1320 ബൈ മൾട്ടിപ്ലൈ ചെയ്തു, 628ഉം 3720 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 1320 ബൈ ആൻസർ 0.8636, 0.8636. എല്ലാ വാല്യൂസും തന്നിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാനാണ്. ഇനി കോറിലേഷൻ അനാലിസിസ് of 13 pairs of observations of x and y, the following values are obtained. Sum of the deviations of x and y values are -117, -260. Sum of the squares of the deviations of x and y values are 1313 and 6580. Sum of the products of the deviations of x and y values is 2827. Find the coefficient of correlation. By n equal to 13 pairs ആണുള്ളത്.
പിന്നെ തന്നിരിക്കുന്നത് സം ഓഫ് ദ ഡീവിയേഷൻസ് ആണ്. ഡീവിയേഷൻസ്, സം ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ വാല്യൂസ് എന്ന് വെച്ചാൽ സിഗ്മ ഡി എക്സ് മൈനസ് 170, സിഗ്മ ഡി വൈ മൈനസ് 260, സിഗ്മ ഡി എക്സ് മൈനസ് 117, സിഗ്മ ഡി വൈ മൈനസ് 260. ഇനി സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് സിഗ്മ ഡി എക്സ് സ്ക്വയർ 1313. അതുപോലെ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് വൈ, ദാറ്റ് ഈസ് സിഗ്മ ഡി വൈ സ്ക്വയർ 6580. അടുത്തത് സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻസ്. ഡീവിയേഷൻസ് ഡി എക്സും ഡി വൈ ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻ ഡി എക്സ് ഇൻറ്റു ഡി വൈ, അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ സിഗ്മ ഡി എക്സ് ഡി വൈ. സിഗ്മ ഡി എക്സ് ഡി വൈ 2827. എല്ലാ വാല്യൂ തന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫോമുല എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സിഗ്മ ഡി എക്സ് മൈനസ് 117, സിഗ്മ ഡി വൈ മൈനസ് 260, സിഗ്മ ഡി എക്സ് ഡി വൈ 2827. The sum product of deviations of x and y, sigma dx dy 2827, sigma dx square 1313, sigma dy square 6580. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് r equal to n into sigma dx dy minus sigma dx into sigma dy by root of n into sigma dx square minus sigma dx whole square into root of n into sigma dy square minus sigma dy whole square equal to n ന് പകരം 13 into sigma dx dy, അതായത് 2827 minus sigma dx ആണ് minus 117 into sigma dy minus 260 whole divided by root of n ന് പകരം 13 sigma dx square കിട്ടിയത് 1313 minus sigma dx square, അപ്പോൾ minus 117 square minus 117 into minus 117 13689 into root of 13 into sigma dy square എന്ന് പറയുന്നത് ഇവിടെ 6580 അതെഴുതി മൈനസ് സിഗ്മ ഡി വൈ സ്ക്വയർ. സിഗ്മ ഡി വൈ എന്താണ്? സിഗ്മ ഡി വൈ മൈനസ് 260 അതിൻ്റെ സ്ക്വയർ 67600. സിംപ്ലിഫൈ ചെയ്തു, ഇത് മൾട്ടിപ്ലൈ ചെയ്തു, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടും മൈനസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് വന്നു, ഈ മൈനസ് ഇവിടെ എഴുതി. ഇനി 13 into 1313 എഴുതി, അത് ഈ വാല്യൂ എടുത്ത് എഴുതി. 13 into 6580 എഴുതി, മൈനസ് സിംപ്ലിഫൈ ചെയ്തു. ഇത് മൈനസ് ചെയ്തപ്പോൾ 6331, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3380, ഇത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 17940. ഇനി ഇത് രണ്ടുകൂടെ വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ റൂട്ട് കണ്ടു എഴുതിയാൽ മതി. 3380 into 17940 ആണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ കിട്ടും. എന്നിട്ട് അതിൻ്റെ റൂട്ട് കണ്ടു, പിന്നെ ഡിവൈഡ് ചെയ്തപ്പോൾ 0.813. ഇങ്ങനെയാണിത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തീർന്നു.